ഇന്ന് ചിക്കൻ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കട്ടെ. ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട്. അതായത് അത് ഞാൻ ചെറുതാക്കി കഴുകിയൊക്കെ വെച്ച് ചെറുതാക്കി ഇത്രയും പോകുന്ന പീസായിട്ടാണ് അത് എടുത്തേക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അതിലത്തെ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. പിന്നെ 1/4 ഗ്ലാസ് അരിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് എല്ലായിടത്തും മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം കുഴമ്പ് രൂപത്തിലൊന്നും ആവണ്ട, അല്ലാണ്ട് തന്നെ എല്ലാതും അതുമ്പോൾ പിടിച്ചിരിക്കുന്ന രീതിയിലായാൽ മതി. ഒരു ചെറിയ നനവുണ്ടായാൽ മതി കേട്ടോ. അതിന് ശേഷം ഞാനിതിപ്പോൾ മോളുടെ വീട്ടിലേക്ക് ഇന്ന് അവൾക്ക് പനിയായിട്ട് വന്നതാണ് കേട്ടോ. പനിയായപ്പോൾ അവൾക്ക് അവിടെ ഇല്ലാത്ത കാരണം ഇതാണ്. അപ്പോൾ പിള്ളേരുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. അപ്പോൾ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് ബ്രെഡ് ക്രംസിൽ 2 വശം മുക്കി ഓരോന്നായിട്ട് മാറ്റി വെച്ചു, പ്ലേറ്റിലിട്ട് വെച്ചു. അതിന് ശേഷം അതൊക്കെ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒക്കെ ഇപ്പോൾ ഇരുവശവും ബ്രെഡിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു വശം നല്ലോണം മുരിഞ്ഞ് വന്നതിന് ശേഷം അപ്പുറത്തെ വശം കൂടിയിട്ട് 2 ഭാഗമാക്കി എടുത്ത്. അപ്പം ഈ സ്നാക്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടിയിട്ട് വറുത്തിട്ടു. കുറച്ച് സവാള ഇങ്ങനെ അരിഞ്ഞ് അതും കൂടി വെതറിയിട്ട് കൊടുത്തു. അങ്ങനെ അടിപൊളി സ്നാക്സ് തയ്യാറായി. ചായക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.